11 മണിയായി. നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും അവിടത്തേക്ക് പോവാണ്. ഇനി അവിടെ ചെന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് വേണം നമുക്ക് ഡ്രസ് ചേഞ്ച് ഒക്കെ ചെയ്യാൻ. നമ്മൾ ഏകദേശം എത്താറായിട്ടോ. അങ്ങനെ നമ്മൾ ഓഡിറ്റോറിയത്തിന്റെ അടുത്ത് എത്തി കേട്ടോ. ഇതാണ് ടെമ്പിൾ, കല്ലേരി ക്ഷേത്രം. നേരെ സൈഡിൽ കാണുന്നതാണ് ഓഡിറ്റോറിയം. നമ്മളിതാ എൻട്രി ചെയ്തിരിക്കുകയാണ്. അവിടെ ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ. അവിടെ എത്തുമ്പോഴേക്കും കുറേ പേര് ഓൾറെഡി എത്തിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളൊന്നും നോക്കിയില്ല, വേഗം തന്നെ ഞങ്ങളെ സാധനങ്ങളൊക്കെ ഇറക്കി നേരെ റൂമിലേക്ക് കൊണ്ടുവച്ചു കേട്ടോ. ഇവിടെ ഓൾറെഡി ഡെക്കറേഷൻ വർക്കൊക്കെ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. നേരെ പോയി ഫുഡ് കഴിച്ചതിന് ശേഷം വേഗം തന്നെ അനിയത്തിൻ്റെ ഡ്രസ്സിങ്ങും കാര്യങ്ങളും മേക്കപ്പിങ്ങും ഒക്കെ തുടങ്ങി കേട്ടോ. 4 മണി മുതൽ 9 മണി വരെയാണ് ഫംഗ്ഷൻ. ഏകദേശം ഒരു മണിക്കാണ് മേക്കപ്പും കാര്യങ്ങളും ഒക്കെ സ്റ്റാർട്ട് ചെയ്ത്. ഞങ്ങൾ നേരെ ഞങ്ങളുടെ റൂമിലേക്ക് പോയി. ഇനി നമുക്കൊന്ന് റെഡിയായി സെറ്റായി വരാം കേട്ടോ. ഞങ്ങളെ ഒരുക്കാനൊന്നും ആരുമില്ല കേട്ടോ. ഞങ്ങൾ തന്നെ ഒരു തട്ടിക്കുട്ടൽ മേക്കപ്പ് ഒക്കെ ഇട്ട് സെറ്റായി. അങ്ങനെ നമ്മൾ റെഡി ആയിരിക്കുകയാണ് കേട്ടോ. അപ്പം നമുക്കിനി അനിയത്തിയെ പോയി കാണാം. അവിടെ ഓൾറെഡി റെഡി ആയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാനാ എടുക്കട്ടെ, ഇനി പിന്നെ കിട്ടൂല. അനിയത്തി അവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ നേരെ പോയത് ഫുഡിങ് സെക്ഷനിലോട്ടാണ്. ഇവിടെ ഡെക്കറേഷനും കാര്യങ്ങളും ഫുഡും ഒക്കെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ ഫുഡിങ് ഏരിയ ആണ്. അതുപോലെ തന്നെ പുറത്ത് നമ്മൾ ചായൻ്റെ പരിപാടിയും സെറ്റാക്കിയിട്ടുണ്ട്. ജസ്റ്റ് ഞാൻ നമ്മുടെ ഫുഡിങ് ഏരിയ ഒന്ന് നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തന്നു മാത്രം. ഏകദേശം 4 മണിയായിട്ടുണ്ട്. ആളുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അവിടെ നിന്ന് നേരെ നമ്മുടെ ചായ സെക്ഷനിലോട്ട് പോയി കേട്ടോ. അവിടെ സമൂസ, പഴം, ചായ, കോഫി അങ്ങനെ എല്ലാം അവിടെ സെറ്റാക്കിയിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ളത് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് അവർ റെഡി ആയിട്ട് തരും കേട്ടോ. പിന്നെ അതൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ കുറച്ച് ഫോട്ടോ സെക്ഷൻ, ഞങ്ങളുടെ കസിൻസ് എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്നുള്ള ഫോട്ടോ സെക്ഷനായിരുന്നു. ഞങ്ങളിങ്ങനെ സ്പ്ലിറ്റ് ചെയ്തു കേട്ടോ. ഗൗണിട്ടത് ഒരു സെക്ഷൻ, അതുപോലെ തന്നെ ചുരിദാർ ടീം ഒരു സെക്ഷൻ, അങ്ങനെ എടുത്തു. കാരണം കംപ്ലീറ്റ് ഓൾ നിൽക്കുമ്പോൾ നമ്മൾ കൊള്ളില്ല. നമ്മൾ അത്രയും ഗേൾസാണ് കേട്ടോ. ഫുൾ ഗേൾ ഓറിയൻറ്റഡ് ഫാമിലിയാണ് ഞങ്ങളുടെ. വെരലിലുണ്ടാവുന്നത്ര ബോയ്സ് മാത്രമേ നമുക്കുള്ളൂ. അപ്പോൾ ഇതാണ് എൻ്റെ അനിയത്തി. എൻ്റെ ഒരുപാട് വീഡിയോസിലൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഞാനും അനിയത്തിയും കൂടെ ഒരുമിച്ച് കുറേ വീഡിയോസൊക്കെ എടുത്തു കേട്ടോ. ഒരു സമയം നല്ല രസമുണ്ടായിരുന്നു. കാരണം ഞങ്ങൾ ഫാമിലീസ് മാത്രമായിരുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് ഗ്രൂപ്പ് ഫോട്ടോസൊക്കെ എടുത്തു. ചെറുതായ ആളുകൾ വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഈ ഒരു കല്ലേരി ഏരിയയുടെ പ്രത്യേകത എന്ന് പറയുന്നത് നല്ല അടിപൊളി രസമാണ് കാണാൻ, ഫോട്ടോസും പിക്സും ഒക്കെ. പക്ഷെ ആകെ നമുക്ക് ഈ ഒരു ചൂട് മാത്രമായിരുന്നു നമുക്കത് ഈ ഒരു സീസൺ ആയതുകൊണ്ട്. ബാക്കി എല്ലാം കൊണ്ടും അവിടെ അടിപൊളിയായിരുന്നു. ഞങ്ങളെല്ലാവരും റെഡിയായി, എല്ലാവരെയും വെൽക്കം ചെയ്യാനായി റെഡിയായി നിൽക്കുകയാണ്. ഞങ്ങൾ കസിൻസ് എല്ലാവരും ഒരുമിച്ചിരുന്ന് ഫസ്റ്റ് തന്നെ കുറച്ച് ഫുഡ് അടിച്ചു കേട്ടോ. കാരണം ഇനി നമുക്കൊരു ഫംഗ്ഷൻ വരെ ഇങ്ങനെ നിൽക്കേണ്ടതല്ലേ. അങ്ങനെ നമ്മുടെ ഓരോരുത്തരുടെ ആയിട്ടും ഫാമിലീസ് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇത് രാജേഷ് ഏട്ടൻ്റെ ഫാമിലിയാണ്, കസിൻസാണ് എൻ്റെ. അങ്ങനെ ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം ഞാൻ അവരെ ഫുഡ് കഴിക്കാൻ വേണ്ടി കൊണ്ടുപോയി. റഷില്ലാത്ത ടൈം ആയതുകൊണ്ട് തന്നെ ഇവരോടൊക്കെ നല്ലപോലെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് സമയം കഴിയുമ്പോഴേക്കും ചെക്കൻ്റെ വീട്ടിൽ നിന്നും പുടവയും കൊണ്ട് അവരുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും വന്നു. അവരെല്ലാവരും നിന്ന് ഫോട്ടോയും കാര്യങ്ങളും ഒക്കെ എടുത്തതിന് ശേഷം നമ്മൾ പിന്നെ പുടവ കൈമാറുന്ന ചടങ്ങിലോട്ട് പോവുകയാണ് കേട്ടോ. അതിനുവേണ്ടി എല്ലാം സെറ്റാക്കുകയാണ്. അങ്ങനെ വിളക്കും കാര്യങ്ങളൊക്കെ കത്തിച്ചതിന് ശേഷം പെട്ടി കൈമാറുന്ന ചടങ്ങാണ് കേട്ടോ. അർജുൻ്റെ സിസ്റ്ററാണ് കൈമാറുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അവർ ഫുഡും കാര്യത്തിനും ഒക്കെയായി. പിന്നെ ആകെ തിരക്കായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങളുടെ സ്കൂളിൽ ധന്യ വർക്ക് ചെയ്യുന്ന സ്കൂളിലെ ടീച്ചേഴ്സൊക്കെ വന്നു. ഈ വൈറ്റ് ആൻഡ് വൈറ്റ് ഇട്ടത് ഞങ്ങളുടെ പ്രിൻസിപ്പളാണ് കേട്ടോ. ഞങ്ങൾ കുട്ടിക്കാലം തൊട്ട് കാണുന്നത്. അന്നും ഇന്നും സാർ ഒരുപോലെ തന്നെയാണ്. സാറിനെ കണ്ടതിൽ ഭയങ്കര സന്തോഷം തോന്നി. അങ്ങനെ എല്ലാവരും ചേർന്ന് ടീച്ചേഴ്സിനോടൊപ്പം വളുപ്പിക്കും കാര്യങ്ങളും എടുത്തു. അതിനുശേഷം ഞാൻ പേഴ്സണലി പോയി എല്ലാവരോടൊപ്പം ഫോട്ടോസും വീഡിയോ ഒക്കെ എടുത്തു കേട്ടോ. കാരണം എനിക്കും ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് തന്നെയായിരുന്നു. കാരണം എന്നെയും വന്ന് പഠിപ്പിച്ച അതേ ടീച്ചേഴ്സൊക്കെ വീണ്ടും കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. അതിനുശേഷം പുതിയതായിട്ടുള്ള വേറെ ടീച്ചേഴ്സും വന്നിട്ടുണ്ടായിരുന്നു. അവരെ കൂടെ ചേർന്ന് പിന്നെയും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ ഇതെൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയുടെ സിസ്റ്ററാണ് കേട്ടോ. അവരും തുമ്പിയും സൈചേച്ചിയും. അങ്ങനെ അവരോടൊപ്പം ഫോട്ടോസ് എടുത്തു. അയ്യോ, പിന്നെ ആകെ മൊത്തം തിരക്കായിരുന്നു. പിന്നെ എനിക്ക് ഫോട്ടോസോ വീഡിയോസോ ഒരു കാര്യം എടുക്കാൻ പറ്റിയിരുന്നില്ല. അങ്ങനെ എല്ലാ ഫംഗ്ഷനും കുറേ കാര്യങ്ങൾ ഞങ്ങൾക്ക് മിസ്സായി. അവസാനം എല്ലാവരും പോയതിന് ശേഷം ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഒരുപാട് നേരം ആ ഓഡിറ്റോറിയത്തിൻ്റെ പുറത്ത് തന്നെ ഇരുന്ന് റെസ്റ്റ് എടുത്തു. നാളെ കല്യാണമാണ്. നാളെ കാണാം. ബൈ.